ഈ പുള്ളിക്കാരിയും ഫിറോസ് ഖാനും കൂടെ അവിടെ നിന്ന് സിഗരറ്റ് വലിച്ചിട്ട് കൊടുക്കുന്നു, ഫ്രെയിം ചെയ്തെടുക്കുന്നു. ഇതാണ് ഞാൻ കാണുന്നത്. സ്വന്തം മകളുടെ പ്രായമുള്ള ഒരു കുഞ്ഞിനെ ഒരു ഹോട്ടലിൽ കൊണ്ട് ഇവൻ കൊണ്ട് ഉപയോഗിച്ചിട്ടുണ്ട്. ആ കുഞ്ഞിനെ പ്രേമം എന്ന് പറഞ്ഞ് നടിച്ചിട്ട് ആ കുഞ്ഞിനെ ഭയങ്കരമായിട്ട് ആ കൊച്ചു കുറെ ഗിഫ്റ്റുകൾ കൊടുത്തിട്ടുണ്ട്. അതിന്റെ പേരോ ഡീറ്റെയിലോ ഒന്നും ഞാൻ ഇവിടെ പറയുന്നില്ല. അത് റിക്വസ്റ്റ് ചെയ്യാണ്, എന്റെ പേരിൽ ഒരിക്കലും എന്റെ പേര് ഇതിനകത്ത് എടുത്തിടല്ലേ. അങ്ങനെ ഫിറോസിന്റെ സകല നാരിത്തരങ്ങളും വിളിച്ചു പറഞ്ഞുകൊണ്ട് സജിന രംഗപ്രവേശനം ചെയ്തിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇന്നലെ 3 പാർട്ടായി ഇൻസ്റ്റാഗ്രാമിൽ ഏകദേശം 45 മിനിറ്റോളം നീണ്ടു നിൽക്കുന്ന ഒരു ലൈവ് വീഡിയോ സജിന ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ പല കാര്യങ്ങളും സജിന വിളിച്ചു പറയുന്നുണ്ട്. കേട്ടിട്ടുണ്ടല്ലോ, എന്റെ തൊലിരിഞ്ഞു പോയി. അമ്മാതിരി കാര്യങ്ങളാണ് സജിന പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ സജിനയുടെ ജീവിതത്തിൽ റസൂൽ പൂക്കുട്ടിയുമായിട്ടുള്ള ഒരു അവിഹിതം മാത്രമാണ് സംഭവിച്ചത് എങ്കിൽ സജിനയുടെ ഭർത്താവായിട്ടുള്ള ഫിറോസ് ഖാനെ സംബന്ധിച്ചിടത്തോളം ഒരു അവിഹിത പരമ്പര തന്നെയാണ് അയാളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ളത് എന്ന് തന്നെ പറയേണ്ടി വരും. ഒരുപാട് പെൺകുട്ടികളുമായി ഇയാൾ അവിഹിത ബന്ധം വെച്ച് പുലർത്തിയിട്ടുണ്ടായിരുന്നു പോലും. അതിൽ 17 വയസ്സുള്ള ഒരു പെൺകുട്ടി പോലും പെടുമെന്നുള്ളതാണ്. എന്തായാലും ഇന്നലെ ഒരു ഉച്ചയൊക്കെ ആയ സമയത്താണ് സജിന ആ ലൈവ് വീഡിയോ ചെയ്തത്. പക്ഷെ എന്തോ ആ വീഡിയോ ചെയ്ത് 1-2 മണിക്കൂറുകൾക്കൊക്കെ സജിനയുടെ അക്കൗണ്ടിൽ നിന്നും ആ വീഡിയോ റിമൂവ് ചെയ്യപ്പെട്ട് കേട്ടു. പക്ഷെ എന്ത് കാര്യം, ആ വീഡിയോ എത്തേണ്ടടുത്തെല്ലാം എത്തിക്കഴിഞ്ഞല്ലോ. ഇനിയിപ്പോ ഡിലീറ്റ് ചെയ്തിട്ടൊന്നും കാര്യമില്ല. എനിവേ, അപ്പൊ എന്തൊക്കെയാണ് സജിന ആ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് ആരാണ് ഈ സജിന, ആരാണ് ഈ ഫിറോസ്, ഇപ്പൊ നിലവിൽ സജിനും ഫിറോസും തമ്മിലുള്ള പ്രശ്നം എന്താണ് എന്നറിയാത്തവർക്ക് വേണ്ടി ചെറിയൊരു ഇൻട്രൊഡക്ഷൻ തരാം. അത് മറ്റൊന്നും കൊണ്ടല്ല, അതറിഞ്ഞാൽ മാത്രമേ ഞാൻ ഇനി പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ. അതുകൊണ്ടാണ് ബിഗ് ബോസ് മലയാളം സീസൺ 3 കണ്ടസ്റ്റൻസ് ആയിരുന്നു ഈ പറയുന്ന സജിനയും ഫിറോസും. അതിൽ കപ്പിൾസ് ആയിട്ട് പോയ ആൾക്കാരാണ് ഇവർ രണ്ടാളും. അങ്ങനെ ബിഗ് ബോസിൽ നിന്നും പുറത്തിറങ്ങി ഏതാനും മാസങ്ങൾക്കകം ഇവർ രണ്ടാളും പിരിയുന്നു. അങ്ങനെയൊക്കെ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നതിന്റെ അടുക്കാണ് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഈ പറയുന്ന സജിന റസൂൽ പൂക്കുട്ടി എന്ന് പറയുന്ന സിനിമ ആർട്ടിസ്റ്റുമായി വിവാഹബന്ധത്തിൽ ഏർപ്പെടാൻ പോകുന്നു എന്നുള്ള വാർത്ത പുറത്തു വരുന്നത്. അതിന്റെ കൂട്ടത്തിൽ തന്നെ ഫിറോസുമായി വിവാഹബന്ധത്തിൽ ഇരിക്കെ തന്നെ സജിന തുടങ്ങിയ പ്രണയബന്ധമാണ് റസൂൽ പൂക്കുട്ടിയുമായിട്ടുള്ളത് എന്ന വാർത്തയും കൂടി പുറത്തു വരികയാണ്. അത് സജിനന്റെ നാവിൽ നിന്ന് തന്നെയാണ് പുറത്തു വന്നത്. വിവാഹവുമായി ബന്ധപ്പെട്ട് സജിൻ ഇൻസ്റ്റാഗ്രാമിൽ ഒരു ലൈവ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ സജിനയുടെ വായിലൊന്നും അറിയാതെ വന്നു പോയതാണ് ഞങ്ങൾ 4 വർഷമായി പ്രണയത്തിലാണ് എന്നുള്ള കാര്യം. ഫിറോസുമായി സജിനെ പിരിഞ്ഞിട്ട് ആകെ 2 വർഷമേ ആയിട്ടുള്ളൂ. അപ്പൊ 4 വർഷമായി പ്രണയത്തിലായെന്ന് പറയുമ്പോൾ കൺകൂട്ടി നോക്കിയാൽ മനസ്സിലാവില്ലോ ഇവർ തമ്മിൽ ഉണ്ടായത് ഒരു അവിഹിത ബന്ധമാണെന്നുള്ളത്. അങ്ങനെയാണ് ഈ പ്രശ്നം വല്ലാണ്ട് സോഷ്യൽ മീഡിയയിൽ എസ്കലേറ്റ് ആവുന്നതും സജിന നാറുന്നതും. അങ്ങനെ നാറിയതിന്റെ അടിസ്ഥാനത്തിലാണ് സജിന തന്റെ ഭാഗം ക്ലാരിഫൈ ചെയ്തുകൊണ്ട് ഇന്നൊരു ലൈവ് വീഡിയോ ചെയ്തത്. അതിൽ ഒരുപാട് കാര്യങ്ങൾ സജിന പറയുന്നുണ്ട്. ആദ്യമായി തന്നെ സജിന പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാണെങ്കിൽ താൻ ഫിറോസിനെതിരെ ഒരു കേസ് ഫയൽ ചെയ്തു എന്നുള്ളതാണ്. അതിനെ റെസീറ്റ് ഒക്കെ പുള്ളിക്കാരി ലൈവിൽ കാണിക്കുന്നുണ്ട്. വളരെ നല്ല കാര്യം. അതിന് പിന്നാലെ ഫിറോസുമായി വിവാഹ ബന്ധത്തിൽ ഏർപ്പെട്ട പശ്ചാത്തലത്തെ കുറിച്ച് സജിന പറയുന്നുണ്ട്. ആക്ച്വലി സജിനെ പുറത്തെവിടെ വെച്ച് കണ്ടിട്ടാണ് ഫിറോസ് സജിനെ ഇഷ്ടപ്പെടുന്നത്. അങ്ങനെ ഫിറോസ് സജിനെ പരിചയപ്പെടുന്നു, വിവാഹാലോചനയുമായി വീട്ടിലേക്ക് വരുന്നു. അങ്ങനെ വിവാഹാലോചനയുമായി വീട്ടിലേക്ക് വരുന്ന സമയത്ത് സജിനെ സംബന്ധിച്ചിടത്തോളം പുള്ളിക്കാർ ഓൾറെഡി മാരീഡ് ആയിരുന്നു. ആ വിവാഹത്തിൽ ഒരു പെൺകുഞ്ഞുമുണ്ട്, പക്ഷേ ഡിവേഴ്സ്ഡ് ആണ്. ഫിറോസിനെ സംബന്ധിച്ചിടത്തോളം പുള്ളിക്കാരനും മുമ്പ് മറ്റൊരു വിവാഹം കഴിച്ചതാണ്, അതിലും ഒരു പെൺകുഞ്ഞുണ്ട്. പക്ഷെ താനും ഡിവേഴ്സ്ഡ് ആണെന്ന് പറഞ്ഞുകൊണ്ടാണ് സജിനക്ക് വിവാഹാലോചനയുമായി ഫിറോസ് വരുന്നത്. മൊത്തത്തിൽ നോക്കുന്ന സമയത്ത് 2 പേരും മുമ്പ് മറ്റൊരു വിവാഹം കഴിച്ചതാണ്. 2 പേർക്കും ആ വിവാഹത്തിൽ കുഞ്ഞുമുണ്ട്. അപ്പൊ 2 പേർക്കും 2 പേരുടെയും സിറ്റുവേഷൻ മനസ്സിലാകുമെന്ന് വിചാരിച്ച് സജിന എന്താക്കി, വിവാഹത്തിന് യെസ് പറഞ്ഞു. അങ്ങനെയാണ് ഇവർ തമ്മിലുള്ള വിവാഹം നടക്കുന്നത്. അങ്ങനെ വിവാഹമൊക്കെ നടന്നു കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ തന്നെ ഇവർക്കിടയിൽ പ്രശ്നങ്ങൾ ഉടലെടുക്കാൻ തുടങ്ങി. ആദ്യത്തെ പ്രശ്നം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു, സജിന മുമ്പ് ഒരു വിവാഹം കഴിച്ചതാണ്, അതിലൊരു കുഞ്ഞുണ്ട് എന്നുള്ളത്. ആ കുഞ്ഞ് താമസിക്കുന്നത് സജിനയുടെ പെങ്ങളുടെ കൂടെയാണ്. പക്ഷെ അങ്ങനെയൊക്കെ ആണെങ്കിൽ കൂടിയും ആ കുഞ്ഞിനെ കാണാൻ വേണ്ടി സജിനെ ഫിറോസ് സമ്മതിക്കുമായിരുന്നില്ല. എപ്പോഴൊക്കെ ആ കുഞ്ഞിനെ കാണണമെന്നും പറഞ്ഞ് സ്വന്തം പെങ്ങളുടെ വീട്ടിലേക്ക് പോകാൻ സജിന ഒരുങ്ങുമ്പോഴെല്ലാം ഫിറോസ് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് മുടക്കെടുക്കുമായിരുന്നു. നിങ്ങളിവിടെ മനസ്സിലാക്കേണ്ടത് ഒരു അമ്മക്ക് മകളെ കാണാനുള്ള അവകാശമാണ് ഇവിടെ ഭർത്താവ് നിഷേധിക്കുന്നത്. ഉറപ്പായും അവിടെ പൊട്ടിത്തെറി ഉണ്ടാകും. അങ്ങനെ അതുമായി ബന്ധപ്പെട്ട് അവർക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ തുടങ്ങി. അങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഈ കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്കാണ് ഫിറോസിൽ നിന്നും സജിന പ്രഗ്നന്റ് ആവുന്നത്. തനിക്ക് ഒട്ടും താല്പര്യമില്ലാതെയാണ് പ്രഗ്നന്റ് ആയത് എന്ന് സജിന പറയുന്നുണ്ട്. വെറും ഫിറോസിനെ നിർബന്ധത്തിൽ വഴങ്ങി മാത്രമാണ് താൻ പ്രഗ്നന്റ് ആയതെന്നും സജിന തുറന്നു പറയുന്നുണ്ട്. എന്തായാലും സജിന പ്രഗ്നന്റ് ആയി ഒരു ആൺകുഞ്ഞിന് ജന്മവും നൽകി. അങ്ങനെ പ്രസവം എല്ലാം കഴിഞ്ഞ് 3-ാം മാസം സജിന എന്താക്കി, സ്വന്തം വീട്ടിൽ പോയി നിൽക്കാൻ തുടങ്ങി. അങ്ങനെ ഒരു ചടങ്ങോടെ എല്ലാവർക്കും ഉണ്ടല്ലോ, പ്രസവം കഴിഞ്ഞ് 3-ാം മാസം വീട്ടിൽ പോയി നിൽക്കണം എന്നുള്ള ചടങ്ങ്. ആ ചടങ്ങിന്റെ ഭാഗമായിട്ട് പുള്ളിക്കാരി വീട്ടിലേക്ക് പോയതാണ്. പക്ഷെ അങ്ങനെ പോകുന്ന സമയത്ത് സജിന ഭയങ്കര സന്തോഷവതിയായിരുന്നു. അതിന്റെ ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് തന്റെ ആദ്യ ഭർത്താവിനുണ്ടായ കുഞ്ഞിനെ സജിനക്ക് കാണാം, ആ കുഞ്ഞിന്റെ കൂടെ കുറച്ച് കാലം സ്പെൻഡ് ചെയ്യാം. പിന്നെ രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത് കുറച്ചു കാലം ഇയാളുടെ മെന്റൽ ടോർച്ചറിംഗിൽ നിന്ന് മാറി നിൽക്കാം. ഇതെല്ലാം മനസ്സിൽ കണക്ക് കൂട്ടിയായിരുന്നു സജിന സ്വന്തം വീട്ടിലേക്ക് പോയത്. പക്ഷെ അയാൾ അവിടെയും വന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങി. തിരിച്ചു വരാൻ ആവശ്യപ്പെട്ടുകൊണ്ട് സജിനെ തിരിച്ചു വിളിക്കാൻ തുടങ്ങി. പക്ഷെ സജിന പോകാൻ തയ്യാറായില്ല. എന്ത് തന്നെയാലും കുറച്ചു കാലം ഞാൻ എന്റെ വീട്ടിൽ തന്നെ നിൽക്കുമെന്ന് സജിന വാശി പിടിക്കാൻ തുടങ്ങി. അവസാനം ഫിറോസിന് ആ വാശി സമ്മതിച്ചു കൊടുക്കേണ്ടി വന്നു. അങ്ങനെ ഇരിക്കുകയാണ് ഒരു ദിവസം രാത്രി സജിന 2 മണിക്ക് ഫിറോസിന് ഫോണിലേക്ക് ഒരു കോൾ ചെയ്യുന്നത്. അതിനുശേഷം എന്ത് സംഭവിച്ചു എന്നുള്ളത് സജിന തന്നെ പറയുന്നങ്ങളൊന്ന് കേട്ടു. എനിക്കറിയില്ല, എനിക്ക് അറിയത്തില്ല. എനിക്ക് സംശയം എന്ന് പറയുന്ന കാര്യം ഫിറോസിന് ഇല്ലായിരുന്നു. ഒരു തരി പോലും ഫിറോസ് എങ്ങനെയാണെന്നോ ഫിറോസ് എന്താണ് ഒരു തരി പോലും എനിക്ക് ഒരു സംശയമില്ല. അങ്ങനെ നിൽക്കുമ്പോഴാണ് ഫിറോസിന്റെ ഫോണിൽ എനിക്ക് രാത്രിയായപ്പോൾ
ഒരു വെപ്രാളം പോലെ, ഒരു ശ്വാസം മുട്ടൽ പോലെ. എനിക്കറിയത്തില്ല അതെന്താണെന്ന് ആ സിറ്റുവേഷൻസ് അനുഭവിച്ചവർക്ക് അറിയാം. ഒരു വെപ്രാളം പോലെ വന്നിട്ട് ഞാൻ 2 മണി സമയത്ത് ഞാൻ വെള്ളമൊക്കെ കുടിച്ചിട്ട് ഞാനൊന്ന് ചുമ്മാ പുള്ളിയെ വിളിക്കാം, കോൾ വെയിറ്റിംഗ്. അപ്പോഴേ കട്ട് ചെയ്തിട്ട് എന്നെ തിരിച്ചു വിളിച്ചു. പക്ഷെ ആരെ ഈ സമയത്ത്? അപ്പൊ ഞാൻ ചോദിക്കാം, സ്വാഭാവികമായിട്ട് ഞാൻ ചോദിക്കാം, ആരെ ഈ സമയത്ത്? അത് പുള്ളിയുടെ ഏതൊരു ഗൾഫിൽ നിന്നുള്ള കൂട്ടുകാരനാന്ന് പറഞ്ഞു. ഓക്കെ, എന്റെ മനസ്സിൽ ഒരു തരി പോലും പുള്ളിയെ സംശയമില്ല എനിക്ക്. ഞാൻ ഓക്കെ എന്ന് പറഞ്ഞു വെച്ചെങ്കിലും ഉള്ളിലൊരു പിടപ്പുണ്ട്. ആരായിരിക്കും, എന്തിനാ വിളിച്ചത്? ഒരു സംശയത്തിന് എവിടെയെങ്കിലും സാധനം ഉണ്ടെങ്കിൽ എനിക്ക് അങ്ങനെ സാധനം പറയാം. എനിക്ക് ആ സമയത്ത് അങ്ങനെ പോലും ഇല്ല. പക്ഷെ എന്തുകൊണ്ടാണെന്ന് എനിക്കറിയത്തില്ല. എനിക്ക് ഭയങ്കര ടെൻഷൻ കയറി. അത് ആ വിളിക്കുന്നത് എന്റെ പഴയ ഞാൻ ടാബ് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടല്ലോ, ആ ടാബിനകത്ത് ഈ സിം ഇട്ടേക്കുന്നത്. അപ്പൊ ആ ടാബ് ഓൾറെഡി ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് വർക്കിന്റെ എല്ലാ സാധനങ്ങളും അതിനകത്തായിരുന്നു. ഞാൻ ഫോക്സ് CRM ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സമയത്തുള്ള എല്ലാ ഫയലും ഞാൻ എന്റെ എനിക്ക് ഫോണിന്റെ കാട്ടിലും ടാബിനെ കുറിച്ചാണ് ഏറ്റവും കൂടുതൽ അറിയാം. ആ ടാബാണ് എന്റെ ലൈഫിൽ എന്റെ വർക്കിന്റെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. ആ ടാബിലാണ് ഫിറോസ് ഈ കോൾ ചെയ്യുന്നത്. ഓക്കെ, രാവിലെ ആയപ്പം എനിക്ക് എന്തോ ഒരു പ്രശ്നം തോന്നി. ഞാൻ ചോദിച്ചു, ആരെയാണ് വിളിച്ചത്? അത് ഞാൻ തലേന്ന് പറഞ്ഞ ദുബായിൽ നിന്നാണ്, അടുത്ത ദിവസം പറയുന്നത് ഖത്തറിൽ നിന്നാണ്, അല്ല ലണ്ടനിൽ നിന്നാണോ, അങ്ങനെ എന്തോ ഒരു സംഭവം. അത് മിസ്മാച്ച് ആയിട്ട് പറഞ്ഞു. അവിടെ എനിക്ക് സംശയം തോന്നി. ഞാൻ നേരെ അവിടെ വീട്ടിൽ പോയി ടാബ് മേടിച്ചു. ഞാൻ പറഞ്ഞു, എനിക്ക് എന്തോ സംശയം തോന്നുന്നു. അപ്പൊ എനിക്ക് നിനക്ക് സംശയം, നീ എന്താ ഇങ്ങനെ കാണിക്കുന്നത്, നീ ഇങ്ങനെ കാണിക്കുന്നുള്ളൂ പറഞ്ഞിട്ട് പ്രശ്നം ഉണ്ടാക്കി. ഞാൻ ഈ ടാബ് കൊണ്ട് റൂമിലോട്ട് കയറിയിട്ട് ഈ ഫുള്ള് റെക്കോർഡിംഗ് ഓൾറെഡി ഉള്ളതാണ് ഈ ഫോണിൽ. ഇതിനകത്ത് ഫുള്ള് റിക്കവറി ചെയ്ത് ഞാൻ എടുത്തു. ഈ ടാബിന്റെ കാര്യങ്ങളെല്ലാം എനിക്ക് അറിയാനില്ല. റിക്കവറി ചെയ്തെടുത്ത് ഞാൻ ആ സമയത്ത് മറ്റെങ്കിലും ഞാൻ പ്രാർത്ഥിക്കുന്നത് റബ്ബേ ഒരിക്കലും എന്റെ തെറ്റിദ്ധാരണയായിരിക്കണേ ഞാൻ കാണിക്കുന്ന പുള്ളി ഭയങ്കര പ്രശ്നം വെളിയിൽ കിടന്ന് ബഹളം ഉണ്ടാക്കുന്നു, വാണ്ടാന്നുള്ള പറഞ്ഞ ബഹളം ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുന്നത് എന്റെ സംശയം മാത്രമായിരിക്കണേ റബ്ബേ, ഇതൊരിക്കലും തെറ്റ് കാണല്ലേ, ഇതിനകത്ത് ഒരു തെറ്റും കാണല്ലേ, പുള്ളി എന്നെ ഒരിക്കലും ചതിക്കില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ സംശയം തീർക്കാൻ വേണ്ടി മാത്രം, പുള്ളിയെ ഞാൻ തെറ്റുകാരനല്ലെന്നാക്കാൻ വേണ്ടിയിട്ട് എന്റെ മനസ്സിനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് ചെയ്ത കാര്യം. ഒരു പെണ്ണും കേൾക്കാൻ പറ്റാത്ത ഒരു പെണ്ണും സത്യം പറഞ്ഞാൽ ആ വാക്കിൽ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയത്തില്ല. ഫസ്റ്റ് ലൈഫ് ഇങ്ങനെ, അതിലൊരു കുഞ്ഞ്, രണ്ടാമത്തെ ലൈഫ് ഇങ്ങനെ, അതിനകത്ത് ഒരു കൈക്കുഞ്ഞ്, 3 മാസമുള്ള ഒരു കുഞ്ഞ്. കേൾക്കുന്ന വാക്കുകൾ ഒരു പെണ്ണുമായിട്ടുള്ള സെക്ഷൽ സംസാരങ്ങൾ മാത്രം, വൃത്തികെട്ട ടോപ്പിക്. ഇന്നലെ ഞാൻ വന്നതുപോലെ, അപ്പം ഇന്നലെ അവിടെ ചെന്നും കഴിഞ്ഞിട്ടുണ്ട്. അപ്പം എനിക്ക് പറയാൻ ഭയങ്കര മടിയാണ്. അത്രയ്ക്ക് അഭ്യസ്തമായിട്ടുള്ള വൃത്തികെട്ട വേർഡ്സ് ആണ് അതിനകത്ത് പറയുന്നത്. ഒരു ഭാര്യ കേൾക്കുക, ഇത്രയും വൃത്തികേടായിട്ടുള്ള വാക്കുകൾ കേൾക്കുക. ഇത് ഞാൻ കണ്ട് തകർന്ന് എനിക്ക് എന്ത് ചെയ്യണമെന്ന് എനിക്കറിയണം. കുറച്ച് സെക്കൻഡ് ഞാൻ ബ്ലാങ്കായി. വീട്ടിൽ നിന്ന് എല്ലാവരും കൂടെ വലിച്ചു തുറന്നു, കഥ തുറന്നു കൊടുത്തു. ഞാൻ സ്റ്റക്കായിട്ട് നിൽക്കുക. അവരുടെ വീട്ടുകാരെല്ലാവരും ഓടിയെത്തി. അവരുടെ വീട്ടിലാണ് സംഭവം. വീട്ടിലെത്തി കുഞ്ഞിനെ അവരുടെ വീട്ടുകാരുടെ കുഞ്ഞുമാരുടെ കയ്യിലൊക്കെയാണ്, അവരുടെ ബന്ധുക്കാരുടെ കയ്യിലാണ് കുഞ്ഞിരിക്കുന്നത്. ഞാനൊന്ന് പൊട്ടിക്കരഞ്ഞിട്ട് ഞാൻ പറഞ്ഞു, ഇങ്ങനെയൊക്കെയാണ് സംഭവിച്ചിരിക്കുന്നത്, എനിക്ക് എന്ത് ചെയ്യണമെന്ന് എനിക്കറിയത്തില്ല. രണ്ടാമത്തെ ലൈഫും ഇങ്ങനെ ആയി പോയോ എനിക്കറിയില്ല. ഞാൻ എന്റെ കുഞ്ഞ് എല്ലാം ഞാൻ ഭ്രാന്തിയാവുക. ഓക്കെ, ഫിറോസിനെ തൂക്കി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഇതൊന്നല്ല കേട്ടോ, ഇതൊക്കെ തുടക്കം മാത്രമാണ്. ഇനി അങ്ങോട്ട് ഒരു അവിഹിത പരമ്പര തന്നെയാണ് വരാൻ കിടക്കുന്നത്. അതിലേക്ക് നമുക്ക് വരാം. എന്തായാലും ഫിറോസിന് അവിഹിതം സജിനെ പൊക്കുന്നു, അതുമായി ബന്ധപ്പെട്ട് ഇവർക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. അങ്ങനെ അവസാനം താൻ ജീവൻ ഒടുക്കാൻ വരെ ശ്രമിച്ചു എന്ന് വരെ സജിന് തുടർന്ന് പറയുന്നുണ്ട്. അത് പിന്നെ സ്വാഭാവികം. സ്വന്തം ഭർത്താവ് മറ്റൊരു പെണ്ണുമായി അവിഹിത ബന്ധത്തിൽ ഏർപ്പെടുന്നത് സ്വന്തം ഭാര്യ കണ്ടുപിടിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ അതിനേക്കാളും വലിയൊരു ട്രോമ അവൾക്ക് കിട്ടാനില്ല എന്ന് തന്നെ പറയേണ്ടി വരും, അല്ലെ? അങ്ങനെ ഒരു അവസ്ഥ ആർക്കും ഉണ്ടാവാതിരിക്കട്ടെ. വല്ലാത്തൊരു വൃത്തികെട്ട അവസ്ഥയാണ്. എന്തായാലും ഫിറോസിന് അവിഹിതം സജിനെ പൊക്കുന്നു, അതുമായി ബന്ധപ്പെട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. അതിനുശേഷം സജിനെ ജീവൻ കൊടുക്കാൻ ശ്രമിക്കുന്നു. ഇതെല്ലാം നടന്നതിന് ശേഷം ഫിറോസ് എന്ത് ചെയ്തെന്ന് അറിയോ? സജിനയുടെ കാലിൽ അങ്ങോട്ട് വീഴാൻ തുടങ്ങി. ഇനി ഞാൻ ഒരിക്കലും മറ്റൊരു പെണ്ണുമായി അവിഹിതത്തിന് പോകില്ല, എനിക്ക് നീ ഇല്ലാതെ പറ്റില്ല, എന്റെ ജീവിതത്തിൽ നിന്നും ഇറങ്ങി പോകരുത്. ഫിറോസ് കാല് പിടിച്ച് കെഞ്ചാൻ തുടങ്ങി. അങ്ങനെ ഇയാൾ ഒരുപാട് കെഞ്ചിയപ്പോൾ സജിൻ എന്താക്കി, ഇയാൾക്ക് പുറത്തു കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചു. പോട്ടെ, മനുഷ്യനല്ല, തെറ്റ് പറ്റാമെന്നുള്ള രീതിയിൽ പുള്ളിക്കാരന് സജിനെ പുറത്തു കൊടുത്തു. പക്ഷെ ഇതുകൊണ്ടൊന്നും ഇയാൾ നിർത്തിയില്ലേ കേട്ടോ. വീണ്ടും ഇവർ കൊച്ചിയിലേക്ക് താമസം മാറിയ സമയത്ത് മറ്റൊരുത്തിയുമായി ഈ പറയുന്ന ഫിറോസ് അവിഹിത ബന്ധം വെച്ച് പുലർത്താൻ തുടങ്ങി. അതും സജിനെ പൊക്കി. വീണ്ടും പ്രശ്നങ്ങളായി, അത് വീണ്ടും സോൾവ് ആയി. അതിനുശേഷം മൂന്നാമതും ഈ പറഞ്ഞ സജിന ഫിറോസിന് അവിഹിതം പൊക്കി. അതോടെ സജിൻ ഒരു ഉറച്ചൊരു തീരുമാനം എടുത്തു, ഇനി ഇയാളുടെ കൂടെ ജീവിക്കേണ്ടതാണ്. സ്വന്തം ഭർത്താവിന്റെ അവിഹിതം ഒരു തവണ പൊക്കി പുറത്തു കൊടുത്തു, രണ്ടാമതും പൊക്കി വീണ്ടും പുറത്തു കൊടുത്തു, മൂന്നാമത് വീണ്ടും ഇതേ പരിപാടി തന്നെ ആവർത്തിക്കുമ്പോൾ പിന്നെ അവിടെ പുറത്തു കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. അതോടെ തന്നെ സജിൻ ഉറച്ചൊരു തീരുമാനം എടുത്തു, ഇനി ഇയാളുടെ കൂടെ ജീവിക്കേണ്ടതാണ്. അതോടെ സജിൻ അങ്ങോട്ട് ഡിവേഴ്സ് ആവശ്യപ്പെടാൻ തുടങ്ങി. പക്ഷെ ഇയാൾ കൊടുക്കാൻ തയ്യാറായില്ല എന്നുള്ളതാണ്. അതോടെ സജിൻ എന്താക്കി, ഇയാളിൽ നിന്ന് മാറി താമസിക്കാൻ തീരുമാനിച്ചു. പക്ഷെ എന്നിട്ടും ഇയാൾ സജിനെ വിടാതെ പിന്തുടർന്ന് ആക്രമിക്കാൻ തുടങ്ങി എന്നുള്ളതാണ്. അതിനുശേഷം ഒരിക്കൽ സജിനയ്ക്ക് സീരിയൽ അഭിനയിക്കാൻ അവസരം കിട്ടിയിട്ടുണ്ടായിരുന്നു. അവിടെ വന്ന് പോലും ഇയാൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങി എന്ന് സജിനെ തുടർന്ന് പറയുന്നുണ്ട്. നമ്മൾ ആന്ന് കേട്ടോക്കാം. പ്രോഗ്രാം വരുന്നു, ഞാൻ സീരിയലിൽ ചേർന്നു. സീരിയലിൽ കയറുമ്പോൾ എന്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ സീരിയലിൽ തന്നെ ഇപ്പം സീരിയലിൽ എന്നോട് നിൽക്കുന്ന ആൾ ടീമിന് എല്ലാം മനസ്സിലാവും. ഇഷ്ടം മാത്രമല്ല പ്രണയകരണം എന്നുള്ള പറഞ്ഞ സീരിയൽ അവിടെ എല്ലാവർക്കും അറിയാം, അവർക്കൊക്കെ അറിയാം. ഈ പുള്ളിക്കാരൻ വന്ന് എന്റെ കൂടെ ഇരിക്കും. സംശയമാണ് പുള്ളിക്കാരൻ ചെയ്യുന്നതോ പോയിട്ട് എന്നെ സംശയമാണ്. ഓക്കെ, കുഴപ്പമില്ല, എനിക്ക് ഭയങ്കര സന്തോഷം. അപ്പോൾ ഞാൻ പറയും, അലിക്ക എന്നെ ഭയങ്കര കാര്യം അതുകൊണ്ടാണ് എന്റെ കൂടെ വന്നിരുന്നു. അവിടെ നിന്ന് ഞങ്ങളുടെ കൂടെ അപ്പോഴും എനിക്ക് നാണെങ്കിൽ പുള്ളി ഒരു ആർട്ടിസ്റ്റ് അല്ലേ, ഇവിടെ വന്ന് നിൽക്കുമ്പോഴത്തേക്ക് പുള്ളിയല്ലേ നടക്കുന്നത്. അങ്ങനെ കുറച്ച് സംസാരങ്ങൾ അവിടെ നടക്കും. ഞാൻ പറയുമ്പോൾ പുള്ളി പറയും, നീ അവനോട് മറ്റൊന്നും ഉണ്ടാക്കാൻ വേണ്ടിയില്ലേ, നീ ഇവനോട് ഇതുണ്ടാക്കാൻ വേണ്ടിയില്ലേ, അങ്ങനെ നീ ഉണ്ടാക്കണ്ട. അപ്പം ഞാൻ പറയും, ഞാനല്ല ഫിറോസ് ഇതൊന്നും ചെയ്തിട്ടുള്ളത്, നിങ്ങളാണ് ഇതെല്ലാം ചെയ്തിട്ടുള്ളത്, നിങ്ങൾ എന്നെ തലയിലാക്കരുതെന്ന് പറഞ്ഞു.
അവിടെ നിന്ന് വഴക്കിൽ തുടങ്ങി. പിന്നെ ഞാൻ എൻ്റെ വീട്ടിൽ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു. എനിക്ക് സമാധാനമില്ല. അങ്ങനെ ലാസ്റ്റ് നമ്മൾ ഡിവോഴ്സിലാവാന്നുള്ള തീരുമാനം എത്തി. അങ്ങനെ നമ്മൾ പിരിഞ്ഞു നിന്നു. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഇവനെ പിരിഞ്ഞ് ഞങ്ങൾ മാറി നിന്ന സമയത്ത് എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ക്രൂവിനെ വിളിച്ചിട്ട് ഇവൻ പറയുന്നു, നീ അവനോട് പച്ചയ്ക്ക് പറയാൻ പറ്റാത്ത വാക്കുകൾ അവനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്, നീ അവനോട് കിടക്കുകയല്ലേടി, നീ അവരെ വിളിച്ചിട്ട് പല ആൾക്കാരും എന്നെ വിളിച്ചിട്ട് എനിക്ക് പല വർക്കുകൾ പോലും പോയിട്ടുണ്ട്. കാരണം ഇതെനിക്ക് പുറത്ത് പറയാൻ പറ്റാതെ, കാരണം പറഞ്ഞു കഴിഞ്ഞാൽ അതിനും പേടിച്ചിട്ട് ആൾക്കാർ എന്തെങ്കിലുമൊക്കെ വിചാരിച്ച് ലാസ്റ്റ് എനിക്ക് വർക്ക് തന്നില്ലെന്ന് പറഞ്ഞാൽ ഞാൻ ഇത് ആദ്യം പറയത്തില്ല. അവർ വിളിച്ചിട്ടുണ്ട്, സജന ഞങ്ങൾക്ക് ഒരു ഫാമിലി ഉള്ളതാണ്, അവൻ വിളിച്ചിട്ട് തന്നെ നിന്നോട് അങ്ങനെ എങ്ങനെയാണെന്ന് പറഞ്ഞ് ഞങ്ങൾ പറയുന്നത് ചെയ്ത് നിങ്ങളില്ലെങ്കിൽ വേറെ വർക്ക് കിട്ടും എന്ന് പറഞ്ഞിട്ട് അവർ പല വർക്കുകൾ പല സീരിയൽസ് ആവട്ടെ സിനിമ ആവട്ടെ എല്ലാ കാര്യങ്ങളും ആൾക്കാരെ പറഞ്ഞ് എൻ്റെ ഫ്രണ്ട്സിനെ വിളിച്ചിട്ട് സംശയം ഞാൻ ആരും കൂടെ പോയിട്ട് ഇയാൾ വേണ്ടാന്ന് വെച്ചാൽ നമ്മൾ പിരിഞ്ഞ ആൾക്കാരാണ്. എന്നിട്ട് ഇയാൾ എന്നെ വിടാതെ ടോർച്ചർ ചെയ്ത് എന്നെ ഡിവോഴ്സ് തരാൻ പറഞ്ഞ ഡിവോഴ്സ് ചെയ്തില്ല, എനിക്ക് സമാധാനം തരാതെ ഇങ്ങനെ പുറകെ നടന്ന് ടോർച്ചർ ചെയ്തോണ്ടിരിക്കാം. അപ്പൊ ചുരുക്കി പറഞ്ഞ ഇയാൾക്ക് നല്ല സംശയരോഗം ഉണ്ടെന്നർത്ഥം. അത് പിന്നെ സ്വാഭാവികം. ഈ അവിഹിതത്തിന് പോകുന്ന ഭർത്താക്കന്മാർക്ക് പൊതുവെ സംശയരോഗം കൂടുതലാണെന്ന് ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ട്. അത് മറ്റൊന്നും കൊണ്ടല്ല, തന്നെ പോലെ തന്നെയാകും തന്റെ ഭാര്യ എന്നുള്ളൊരു ചിന്താഗതിയാണ്. എന്തെന്നാലും ഈ ഫിറോസിന് ഭയങ്കര സംശയരോഗമായിരുന്നു. സജിൻ എവിടെ പോലും ഇയാൾ സംശയത്തോടു കൂടിയായിരുന്നു നോക്കിക്കണ്ടിരുന്നത്. അങ്ങനെയൊക്കെ ഇരിക്കുന്നതിനിടയ്ക്കാണ് സജിനക്ക് ഒറ്റ എന്ന് പറഞ്ഞ ഒരു സിനിമയിൽ അഭിനയിക്കാൻ അവസരം കിട്ടുന്നത്. ചെറിയ എന്തൊരു വേഷമാണ്. എന്തായാലും അങ്ങനെ ആ സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി സജിന പോകുന്നു. ആ സിനിമയിലെ ആർട്ടിസ്റ്റ് ആയിരുന്നു ഈ പറയുന്ന റസൂൽ പൂക്കുട്ടി. അവിടെ വെച്ച് റസൂൽ പൂക്കുട്ടിയെ സജിന പരിചയപ്പെടുന്നു. പിന്നീട് അവർ തമ്മിൽ പ്രണയത്തിലാകുന്നു. അങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ റസൂൽ പൂക്കുട്ടി പറയുന്ന സജിനയുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. പിന്നീട് ഇവർ തമ്മിലുള്ള ബന്ധത്തെ ന്യായീകരിച്ചുകൊണ്ട് സജിൻ ഒരുപാട് സംസാരിക്കുന്നുണ്ട്. സ്വന്തം ഭർത്താവുമായി ഇങ്ങനെ ടോർച്ചറിങ് നേരിട്ടുകൊണ്ടിരിക്കെ ഒരാളുമായി പ്രണയബന്ധത്തിൽ ഏർപ്പെട്ടാൽ എന്താണ് പ്രശ്നം എന്നൊക്കെ രീതിയിൽ സജിന പറയുന്നുണ്ട്. ഞാൻ തൽക്കാലം അതിലേക്കൊന്നും കടക്കുന്നില്ല, കാരണം അതിലേക്ക് അറിഞ്ഞാണെങ്കിൽ പിന്നെയും ഒരുപാട് പറയേണ്ടി വരും. നമുക്ക് അതിനെക്കുറിച്ച് പിന്നീട് സംസാരിക്കാം. എന്തായാലും ഈ പ്രശ്നങ്ങളെല്ലാം ആയതോടെ സജിന ഉറച്ചൊരു തീരുമാനം എടുത്തു. എങ്ങനെയെങ്കിലും ഇയാൾ ഡിവോഴ്സ് ചെയ്ത് റസൂൽ പൂക്കുട്ടി വിവാഹം കഴിക്കണം എന്നുള്ളത്. അതിന്റെ ഭാഗമായി നിരന്തരമായി സജിന ഫിറോസിൽ നിന്നും ഡിവോഴ്സ് ആവശ്യപ്പെടാൻ തുടങ്ങി. എങ്ങനെയൊക്കെ ആയിട്ടും ഇയാൾ മ്യൂച്വൽ ഡിവോഴ്സിന് തയ്യാറാവുന്നുമില്ല. അങ്ങനെ ഒരുപാട് വെറുപ്പിച്ച് ഇയാൾ മ്യൂച്വൽ ഡിവോഴ്സിന് തയ്യാറായി എന്നുള്ളതാണ്. അതിനുശേഷം എന്ത് സംഭവിച്ചു എന്നുള്ളത് സജന പറയുന്നുണ്ട്. നമ്മളെല്ലാവരും കേട്ടോക്കാം. ഞാൻ പറഞ്ഞു എനിക്ക് ഡിവോഴ്സ് വേണം എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ഈ പേരും പറഞ്ഞിട്ട് അവൻ ഡിവോഴ്സ് തരാമെന്ന് പറഞ്ഞു. മ്യൂച്വൽ ഞങ്ങൾ സൈൻ ചെയ്തു. മ്യൂച്വൽ കൊണ്ട് ഞങ്ങൾ സൈൻ ചെയ്ത് മ്യൂച്വൽ എടുത്ത് ഡേറ്റുകൾ എടുത്ത് ഞങ്ങൾ ഒരു വക്കീൽ വെച്ച് അവൻ പറഞ്ഞു വക്കീൽ അവന്റെ വക്കീലൊക്കെ പറഞ്ഞു ഒന്നും വക്കീലിനെ വെക്കണ്ട, നമുക്ക് ഒരു വക്കീൽ മ്യൂച്വൽ അല്ലേ ഒരു വക്കീൽ വെക്കാന്ന് പറഞ്ഞു. നമ്മളൊരു ഫ്രണ്ട് വഴി നമ്മൾ ആ വക്കീലിനെ വെച്ചു. എൻ്റെ ഒരു ഫ്രണ്ടാണ് വക്കീൽ, മനു എന്ന് പറഞ്ഞ വക്കീലിനെ കൊണ്ട് നമ്മൾ ചെയ്യിപ്പിച്ചു. ആ കാര്യങ്ങളെല്ലാം ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഡേറ്റിന് വിളിച്ച സമയത്തിന് വന്നില്ല. അതങ്ങനെ ലാപ്സ് ആയിപ്പോയി. അവൻ മനഃപൂർവ്വം പണിതരാണ്, അതായത് നമുക്ക് ഡിവോഴ്സ് തരത്തില്ല. അത് കഴിഞ്ഞ് കുറേ നാൾ കഴിഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്നത് ആദ്യ ഭാര്യയെ പുള്ളിക്കാരൻ ഡിവോഴ്സ് ചെയ്തിട്ടില്ല, എന്നെ പറ്റിച്ചാണ് ഇയാൾ മാരേജ് ചെയ്തിരിക്കുന്നത്. ആദ്യ ഭാര്യയെ ഡിവോഴ്സ് ചെയ്യാതെയാണ് ഇയാൾ രണ്ടാമത് സജനെ വിവാഹം കഴിച്ചത് അല്ലേ? അപ്പൊ ചുരുക്കി പറഞ്ഞാൽ സജനയും ഫിറോസും തമ്മിലുള്ളത് ഒരു ഇല്ലീഗൽ മാരേജ് ആണെന്ന് അർത്ഥം. വെറുതെ ഇയാൾ ഡിവോഴ്സ് തരാതെ മുങ്ങി നടന്നത്. ഇപ്പോലെ കാര്യം പിടികിട്ടിയത്. എന്തായാലും ബാക്കി ചെയ്തിരിക്കുന്നത് അന്ന് ഞാൻ ആദ്യം പറഞ്ഞതിനകത്ത് പറയുന്നുണ്ട്. അതേ സമയത്ത് ഇയാൾക്ക് ഈ മതങ്ങളെ വിശ്വാസം ഇല്ലാന്ന് പറയുന്ന കാരണം പള്ളിയിൽ പോയി നമ്മൾ ഇത് അന്വേഷിക്കുമ്പോൾ പള്ളിയിൽ പറയും ഡിവോഴ്സ് ആയിട്ടില്ല, ഇവരുടെ ഡിവോഴ്സ് ആയതിനു ശേഷം അടുത്ത് നമുക്ക് നിക്കാതെ നടത്താമെന്ന് പറയും. അത് മറച്ചു വെച്ചിട്ടാണ് ഇവരെല്ലാം നമ്മൾ ഈ കല്യാണം തോന്നി രജിസ്റ്റർ മാരേജ് എന്ന് പറഞ്ഞ സാധനം ചെയ്തത്. രജിസ്റ്റർ മാരേജ് അവർ ചെയ്തിട്ടില്ലായിരിക്കാം മേ ബി, അതുകൊണ്ടായിരിക്കും എനിക്ക് രജിസ്റ്റർ മാരേജ് ചെയ്തത്. ഈ സാധനം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഞാൻ അറിയുന്നു ഇയാൾ ആ വൈഫിന് പോലും ഡിവോഴ്സ് കൊടുത്തിട്ടില്ല. ആദ്യത്തെ വൈഫിന് 200 പവനോളം അയാളെടുത്ത് യൂസ് ചെയ്തിട്ടുണ്ട്. അയാൾ ആഡംബര ജീവിതത്തിന് വേണ്ടി അയാളെ കല്യാണം ആഡംബരമായിട്ട് നടത്തിയത് 19 പവൻ എടുത്തിട്ട് ഇയാൾ ആ സ്വർണ്ണം കൊണ്ടുവന്ന ഉടനെ അടുത്ത ദിവസം വിൽക്കുന്നു. തെളിവുകളും കാര്യങ്ങളെല്ലാം പുള്ളിക്കാരിയും ഇതുപോലെ ഓർത്തഡോക്സ് ഒരു ഫാമിലി, ഒരു ഭയങ്കര ഒരു റെപ്യൂട്ടഡ് ഫാമിലിയിലുള്ള ഒരു പുള്ളിക്കാരിയാണ്. അവരും ഇവനെ പേടിച്ചാണ് ജീവിക്കുന്നത്. കാരണം ഇവൻ ഒരു മീഡിയയിൽ നിൽക്കുന്ന ഒരു പേഴ്സൺ ആയതുകൊണ്ട് ഇവൻ എന്ത് പറയുന്നു അവർക്ക് മീഡിയയിൽ വരാൻ താല്പര്യമില്ല. അപ്പം മീഡിയയിൽ വന്ന് പറയുമ്പോൾ ഇവർ മീഡിയയിൽ പറയുന്ന ആൾക്കാർ അതാ വിശ്വസിക്കുന്ന ആൾക്കാരെല്ലാം വിശ്വസിക്കുന്നുണ്ട്. അവരും പേടിച്ചാണ് ജീവിക്കുന്നത്. അവർ നമ്മൾ സംസാരിച്ചതും ഏകദേശം ഞാൻ അനുഭവിച്ച അതേ പീഡനമാണ് അവരും അനുഭവിച്ചിട്ടുള്ളത്. ആ ഒരു കുഞ്ഞിനിപ്പം 17 വയസ്സായി. ആ കുഞ്ഞിനെ പോലും ഒരു തരി സ്വർണ്ണം ഏതോ വീഡിയോയിൽ ഇട്ടെന്നുള്ളത് അറിയാം, ഏതോ ഒരു വീഡിയോ വന്നിട്ടുണ്ട്, ഒരു തരി സ്വർണ്ണം പോട്ടെ ഒരു തരി മുട്ടായി മേടിച്ചു കൊടുക്കട്ടെ. അപ്പൊ ചുരുക്കി പറഞ്ഞ ഫിറോസ് ആദ്യ ഭാര്യയെ മൂഞ്ചിപ്പിച്ചിട്ടുണ്ടായിരുന്നു എന്നർത്ഥം. ഫിറോസ് ആദ്യ ഭാര്യയെ കെട്ടി 200 പവനുമായി കടന്നു കളഞ്ഞു. അതിലൊരു കുഞ്ഞുണ്ട്, ആ കുഞ്ഞിനെ പോലും അയാൾ തിരിഞ്ഞു നോക്കുന്നില്ല എന്നൊക്കെയാണ് സജന പറയുന്നത് അല്ലെ? ഈ പറയുന്നതൊക്കെ സത്യമാണെങ്കിൽ ഈ ചങ്ങനെ വല്ലാത്തൊരു പഹയൻ തന്നെയാണ് കേട്ടോ. ഇവനെ വിവാഹ തട്ടിപ്പ് വീരൻ എന്ന് തന്നെ വിളിക്കേണ്ടി വരും. നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. ഒരുത്തെ വിവാഹം കഴിക്കുന്നു, സ്വർണവും പണവുമായി മുങ്ങുന്നു, എന്നിട്ട് മറ്റൊരുത്തെ വിവാഹം കഴിക്കുന്നു, എന്നിട്ട് അവൾ ഉണ്ടായിരിക്കെ തന്നെ മറ്റു പലരുമായി അവിഹിത ബന്ധങ്ങൾ വെച്ചു പുലർത്തുന്നു. ഇവനൊക്കെ എന്താ വിളിക്കേണ്ടതില്ലേ? ഇതുകൊണ്ടൊന്നും തീർന്നില്ല കേട്ടോ. ഇതുവരെ നമ്മൾ കേട്ട അവിഹിതങ്ങളെക്കാളും വലിയൊരു അലിഗേഷൻ ആണ് ഇനി സജന പറയാൻ പോകുന്നത്. അതെന്താണെന്ന് വെച്ചാണെങ്കിൽ തന്റെ മകളുടെ പ്രായമുള്ള ഒരു പെണ്ണിനെ പോലും ഇയാൾ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു പോലും. അതിനെക്കുറിച്ച് സജന പറഞ്ഞൊന്ന് കേട്ടു. മെൻഷൻ ചെയ്തിട്ടുണ്ട്. എനിക്ക് ഒരാൾ ഒരു കാര്യം വിവരം പറഞ്ഞിട്ടുണ്ട്. അതിന്റെ സത്യാവസ്ഥ ഞാൻ വിളിച്ചു തിരക്കിയിട്ടുണ്ട്. പക്ഷെ അതൊരു മൈനർ കേസാണ്. ഒരു 17 വയസ്സ് സ്വന്തം മകളുടെ പ്രായമുള്ള ഒരു കുഞ്ഞിനെ ഒരു ഹോട്ടലിൽ കൊണ്ട് ഇവൻ കൊണ്ട് ഉപയോഗിച്ചിട്ടുണ്ട്. ആ കുഞ്ഞിനെ പ്രേമം എന്ന് പറഞ്ഞ് നടിച്ചിട്ട് ആ കുഞ്ഞിനെ ഭയങ്കരമായിട്ട് കൊച്ചു കുറെ ഗിഫ്റ്റുകൾ കൊടുത്തിട്ടുണ്ട്. അതിന്റെ പേരോ ഡീറ്റെയിലോ ഒന്നും ഞാൻ ഇവിടെ പറയുന്നില്ല. അതൊരു മൈനറാണ്. അത് എന്റെ റിക്വസ്റ്റ് ആണ്. എന്റെ പേരിൽ ഒരിക്കലും എന്റെ പേരിനകത്ത് എടുത്തിടല്ലേ, എന്റെ പേരിനകത്ത് എനിക്ക് കല്യാണം കഴിക്കാനുള്ളതായി എനിക്ക് തെറ്റുപറ്റി പോയതാ ഇതാ ഒരിക്കലും. ഞാൻ ആ കുഞ്ഞിനെ എന്റെ മകളെ പോലെ അല്ലെങ്കിൽ ഫിറോസിന്റെ മകളെ ഞാൻ ഒരു മകളെ പോലെ എന്റെ മകളെ പോലെ ഞാൻ കാണുവാണ്. ആ കുഞ്ഞിന്റെ പ്രായമുള്ള ഒരു കുഞ്ഞ് എന്റെ അടുത്ത് റിക്വസ്റ്റ് ചെയ്യണം. അതുകൊണ്ട് ഞാൻ അത് എടുത്തില്ല. പക്ഷെ ലീഗലി ഞാൻ മൂവ് ചെയ്യുന്നുണ്ട്. ആ കുഞ്ഞിന്റെ പേര് വെളിയിൽ വരാതെ
ഈ ഒരു കാര്യം ഞാനതൊരു ഇതിനകത്ത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഉളുപ്പുണ്ടോന്നാണ് എനിക്കിവിടെ ഫിറോസിനോട് ചോദിക്കാനുള്ളത്. മകളുടെ പ്രായമുള്ള ഒരു പെണ്ണിനോട് ഇങ്ങനെയൊക്കെ ചെയ്യാന്ന് വെച്ചാണെങ്കിൽ ഇത്രയ്ക്ക് ഇയാളെ തരം താഴുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല കേട്ടോ. ഇനി ഇത് കഴിഞ്ഞ് ഫിറോസിനെ കുറിച്ച് മറ്റൊരു അലഗേഷനും കൂടി സജന പറയുന്നുണ്ട്, അതും കൂടി ഒന്ന് കേട്ടോക്കാം. അതുപോലെ തന്നെ ഒരു ബിഗ് ബോസ് കണ്ടസ്റ്റന്റ് ഇവന്റെ കൂടെ ബാംഗ്ലൂരിൽ ഇവൻ കഞ്ചാവ് അടിച്ച് നടന്ന ആ പെൺകുട്ടിയും കൂടെ കഞ്ചാവ് അടിച്ച് ഇവൻ ഭയങ്കര ആർമാദിച്ച് അങ്ങനെ ഭയങ്കര രീതിയിൽ ഒരു ഹോട്ടൽ റൂം എടുത്ത് ഇതിനകത്തോളം യൂസ് ചെയ്തൊരു കാര്യമുണ്ട്. ഞാൻ ആ പുള്ളിക്കാരിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഞാൻ ആ പുള്ളിക്കാരിയുടെ ഡീറ്റെയിൽ ഇപ്പൊ പറയാതെ ഞാൻ പുള്ളിക്കാരിയോട് സംസാരിക്കാം. എനിക്ക് ഡീറ്റെയിൽ വേണം, ഞാൻ കാര്യങ്ങൾ പറയാം. പുള്ളിക്കാരിയുടെ പുള്ളിക്കാരി മാപ്പെന്ന് പറയട്ടെ. അല്ലെങ്കിൽ എന്നെ വിളിച്ചിട്ടില്ലെങ്കിൽ ആ പുള്ളിക്കാരി ആരാണെന്നും ആ ബിഗ് ബോസ് കണ്ടസ്റ്റന്റ് എന്ന് പറഞ്ഞ ആരാണെന്നും ഞാൻ ഇനിയും പറയും. അത് ആ പുള്ളിക്കാരിയും കൂടെ ഞാൻ വെളിയിലെടുത്തിട്ടുണ്ട്. അതേതാണാവോ അങ്ങനെ ഒരു ബിഗ് ബോസ് കണ്ടസ്റ്റന്റ്? എന്തായാലും ആ ബിഗ് ബോസ് കണ്ടസ്റ്റന്റ് എന്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവളോട് എനിക്ക് പറയാനുള്ളത്, വേഗം പോയി സജനന്റെ കാല് പിടിച്ച് മാപ്പ് പറഞ്ഞോളി മോളെ. ഇല്ലാന്നുണ്ടെങ്കിൽ നീയും കൂടി നാറും. സോഷ്യൽ മീഡിയയിൽ ഒരു വട്ടം നാറി കഴിഞ്ഞാണെങ്കിൽ പിന്നെ അതിനെ നാറ്റം മരിക്കുന്നത് വരെ അനുഭവിക്കേണ്ടി വരും. അതിലും വേഗം സജനന്റെ കാല് പിടിച്ച് മാപ്പ് പറഞ്ഞോളി, അതാണ് നല്ലത്. എന്തായാലും ആരാണ് ആ ബിഗ് ബോസ് കണ്ടസ്റ്റന്റ് എന്ന് അറിയാൻ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് കേട്ടോ. ഇങ്ങനെയും ഗതികെട്ട പെണ്ണ് ഏതാണാവോ? എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള ഡീറ്റെയിൽസ് വരും ദിവസങ്ങൾ പുറത്തു വരുമെന്ന് നമുക്ക് കരുതാം. ഇനി ഇതിനെല്ലാം എടുക്കുന്നത് സൂര്യ സൂപ്പർ ജോഡി എന്ന് പറഞ്ഞൊരു പരിപാടിക്ക് ഈ പറഞ്ഞ സജനും ഫിറോസും പങ്കെടുക്കാൻ പോയിട്ടുണ്ടായിരുന്നു. ഈ സെലിബ്രിറ്റി കപ്പിൾസ് ഒക്കെ പങ്കെടുക്കുന്ന ഒരു പ്രോഗ്രാമാണത്, ഒരു കപ്പിൾ പ്രോഗ്രാമാണ്. അവിടെ വെച്ചും ചില സംഭവങ്ങൾ അരങ്ങേറിയിട്ടുണ്ടായിരുന്നു. അതിനെ കുറിച്ചുകൂടി സജന പറയുന്നുണ്ട്, അതും കൂടി കേട്ട ശേഷം നമുക്ക് അവസാനിപ്പിക്കാം. ഞാൻ സൂര്യ ജോഡി നമ്പർ 1 എന്ന് പറഞ്ഞ സൂപ്പർ ജോഡിയാണോ സൂര്യ ജോഡിയാണെന്ന് പറഞ്ഞൂടെ. നമ്മളുടെ ബഷീർ ബാഷി അങ്ങനെ അവരെല്ലാം ഉള്ള സീസണിൽ എനിക്ക് തോന്നുന്നു അതിനകത്ത് കുറേ ആർട്ടിസ്റ്റുകളുണ്ടായിരുന്നു. മൃദുല ഉണ്ടായിരുന്നു, നമ്മളുടെ ബിഗ് ബോസിലെ നമ്മളുടെ ജിഷിൻ ചേട്ടനുണ്ടായിരുന്നു, പ്രമോദേട്ടനുണ്ടായിരുന്നു. അങ്ങനെ കുറേ ആർട്ടിസ്റ്റുകളുള്ള ഒരു പ്രോഗ്രാമായിരുന്നു. സൂര്യ ജോഡിയാണോ സൂപ്പർ ജോഡിയാണോ അതിന്റെ ഒരു നൈറ്റ് പാർട്ടി ഞങ്ങളെല്ലാം കഴിഞ്ഞിട്ട്, ഞങ്ങൾ ഷൂട്ടെല്ലാം കഴിഞ്ഞിട്ട് നൈറ്റ് പാർട്ടി ഞങ്ങൾ എല്ലാവരും കൂടെ ദിവസം എല്ലാവരും അതിനകത്തുള്ളവർ എല്ലാവരും കൂടെ കൂടി ഞങ്ങൾ എല്ലാവരും കൂടെ അടിച്ചു പൊളിക്കാൻ വേണ്ടി അതിനകത്ത് നിന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ അടിച്ചുപൊളിയുടെ ഇടയ്ക്കൊരു ഇൻസിഡന്റ് ഇതുപോലെ ഉണ്ടായിട്ടുണ്ട്. കാരണം ഇതൊക്കെ ഒരു തെളിവാണ്. കാരണം ഇയാൾ ഇനി പറഞ്ഞുണ്ടാക്കി ഇതൊക്കെ കള്ളത്തരമാണ്. കാരണം ഇതിനൊന്നും തെളിവ് എന്ന് പറഞ്ഞാൽ കാണിക്കാൻ ഈ മുറിവുകൾ കാര്യങ്ങളൊക്കെ ഉള്ളൂ. നമ്മൾ വായാൽ പറയുന്ന കാര്യങ്ങളെ നമ്മുടെ കയ്യിലുള്ളൂ. അതുകൊണ്ടാണ് ഇതൊരു തെളിവാണ്. ആ ഇൻസിഡന്റ് പോലും ഞങ്ങൾ എല്ലാവരും കൂടി ഇങ്ങനെ പാർട്ടിക്കിരിക്കുന്നു. ഇതിന് ഞങ്ങൾ എല്ലാവരും കൂടെ രസമായിട്ട് തമാശ കളിക്കുന്നു. പെണ്ണുങ്ങളെല്ലാം മറ്റേ ജ്യൂസ് കുടിക്കുന്നു, ആണുങ്ങൾ ഡ്രിങ്ക്സ് കുടിക്കുന്നു, അതിനകത്ത് ഡ്രിങ്ക്സ് കുടിക്കുന്ന ആൾക്കാർ ഡ്രിങ്ക്സ് കുടിക്കുന്നു. അങ്ങനെ കുറേ കാര്യങ്ങൾ നടക്കുന്നുണ്ട് അതിനകത്ത്. നമ്മളെല്ലാവരും കൂടെ ആർട്ടിസ്റ്റുകളെല്ലാവരും എൻജോയ് ചെയ്യുന്ന ടൈം. എല്ലാവരും കൂടെ ഷൂട്ടൊക്കെ കഴിഞ്ഞ് നമ്മളുടെ എത്തിക്സ് ഷൂട്ടൊക്കെ കഴിഞ്ഞ് നമ്മളിരിക്കുകയാണ്. ആ സമയത്ത് ഇതുപോലൊരു ഇൻസിഡന്റ് ഞങ്ങളെല്ലാം ഇങ്ങനെ കട്ടിലൊക്കെ എല്ലാവരും മിക്സ് ഓഫ് ആയിട്ടിരിക്കുന്നു. ചിലവർ അകത്ത് കയറി സിഗരറ്റ് വലിക്കുന്നു. അതുപോലെ ചിലവർ വന്ന് ഇങ്ങനെ അങ്ങനെ ഓരോ കാര്യങ്ങളും അതിനകത്ത് ആൾക്കാർ വേറെ അനാവശ്യമൊന്നും വന്നിട്ടില്ല കേട്ടോ. അതിനകത്തുണ്ടെങ്കിൽ അതിനകത്തുള്ള ആൾക്കാരെല്ലാം ഡ്രിങ്ക്സ് കുടിക്കുന്നുണ്ട്, സിഗരറ്റ് വലിക്കുന്നുണ്ട്. അല്ലാതെ അതിനകത്ത് ഒരു അനാവശ്യമില്ല. ഇനിയിപ്പോൾ ഞാൻ സിഗരറ്റ് വലിക്കുന്നു പറയുമ്പോൾ അത് വേറെ എന്തെങ്കിലും ആൾക്കാരെ കൂട്ടി പറയണ എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പം പോന്നു വരുന്നു. അപ്പം ഞാൻ ഇങ്ങനെ നമ്മളെല്ലാം തമാശ പറഞ്ഞാൽ നമ്മളെല്ലാം ചിരിച്ചുകൊണ്ടിരുന്നപ്പോൾ ജിഷിൻ ചേട്ടൻ ഇവരൊക്കെ ഇങ്ങനെ നോക്കിയിട്ട് ഒരു പക്ഷേ ജിഷിൻ ചേട്ടനൊക്കെ ഇത് വെളിയിൽ വന്ന് പറയുമെന്ന് തോന്നുന്നു. ആ ഇൻസിഡന്റ് എല്ലാവരും കൂടി ഇങ്ങനെ സ്റ്റക്കായിട്ട് നോക്കാം. അപ്പം ഞാൻ ഇതെന്താ നോക്കിയിട്ട് ഞാൻ സ്റ്റക്കായിട്ട് നോക്കിയിട്ട് ഞാൻ കറക്റ്റ് കണ്ണാടിയിൽ കാണും. ബാത്റൂമിന്റെ ഒരു സൈഡിൽ ഇവിടെ ഒരു ഈ സൈഡിലൊരു അലമാരി ഇരിക്കുന്നു. അലമാരിയുടെ ഡോർ ഇങ്ങനെ ഓപ്പൺ ആയി കിടക്കുകയാണ്. ഈ സൈഡിൽ ഓപ്പൺ ആയി കിടക്കുന്നത് ഇതിനകത്തുള്ള മിററിൽ നിന്ന് നേരെ നമ്മൾ ബാത്റൂമിലോട്ട് റിഫ്ലക്ട് ചെയ്ത് ഇങ്ങനെ കാണാൻ പറ്റും. ഇങ്ങനെ എനിക്ക് അവിടെ പറഞ്ഞാൽ മനസ്സിലാവും. ചിലപ്പോൾ നമ്മളിങ്ങനെ കാണുമ്പോൾ കണ്ണാടി കൂടെ ബാത്റൂം കാണാൻ പറ്റുന്നത്. അപ്പോൾ ഈ പുള്ളിക്കാരി ആരാന്ന് ഞാൻ പറയുന്നില്ല, അത് ആ ടീമിന് എല്ലാവർക്കും അറിയാം. ഈ പുള്ളിക്കാരിയും ഫിറോസ് ഖാനും കൂടെ അവിടെ നിന്ന് സിഗരറ്റ് വലിച്ചിട്ട് കൊടുക്കുന്നു, ഫ്രെയിംസ് എടുക്കുന്നു. ഇതാണ് ഞാൻ കാണുന്നത്. അടിപൊളി, ഒന്നും പറയാനില്ല. ഇതൊക്കെ കാണേണ്ടി വരുന്ന സജനന്റെ മാനസികാവസ്ഥയാണ് ഞാൻ ആലോചിച്ചു പോകുന്നത്. എന്തായാലും മനസ്സിലാക്കിയെടുത്തോളം ഫിറോസ് ചെറിയ പുള്ളിയല്ല, ഒരു അവിഹിത വീരൻ എന്ന് തന്നെ ഇയാൾ വിളിക്കേണ്ടി വരും. എത്ര പെൺകുട്ടികളായിട്ടാണ് ഇയാൾക്ക് അവിഹിതം? ഇതിനൊക്കെ വീണ് കൊടുക്കലും പെൺകുട്ടികൾ ഉണ്ടല്ലോ എന്നുള്ളതാണ്. സെലിബ്രിറ്റി ആർട്ടിസ്റ്റുകൾ തൊട്ട് 17 വയസ്സിലെ പെൺകുട്ടികൾ വരെ അതിൽ പെടുന്നു എന്ന് ആലോചിക്കുമ്പോഴാണ്. എന്തായാലും കൊള്ളാം. ഇതിപ്പോ സജനയെക്കാളും കൂടുതൽ ഫിറോസ് എക്സ്പോസർ ആയെന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഇനിയിപ്പോ ഇത്രയും വിളിച്ചു പറഞ്ഞ സ്ഥിതിക്ക് സജനയ്ക്ക് ഇപ്പൊ തന്റെ അവിഹിതത്തെ കുറിച്ച് ന്യായീകരിക്കാനും പിടിച്ചു നിൽക്കാനും ഒരു കാരണമായി. തന്റെ ഭർത്താവ് ഇങ്ങനെയൊക്കെ ആയതുകൊണ്ടാണ് താൻ അവിഹിതത്തിന് പോയതെന്ന് സജനയ്ക്ക് വിളിച്ചു പറയാലോ. അങ്ങനെ പുള്ളിക്കാർ പറയുന്നുമുണ്ട്, അത് വേറെ കാര്യം. എന്തായാലും കൊള്ളാം. മൊത്തത്തിലെല്ലാം കൂടി അങ്ങോട്ട് ചീഞ്ഞ് നാറിന്ന് പറഞ്ഞാൽ മതിയല്ലോ. എനിക്ക് ഇവരുടെ മക്കളുടെ കാര്യം ആലോചിച്ചിട്ടാണ് സഹതാപം തോന്നുന്നത്. ഇനിയിപ്പോ പറഞ്ഞിട്ട് കാര്യമില്ല, എന്ത് പറയാനാണല്ലേ. എനിക്ക് ഇത്രയും കാര്യങ്ങൾ സജനെ വിളിച്ചു പറഞ്ഞതിന് ശേഷം ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ ഈ വിളിച്ചു പറഞ്ഞ വീഡിയോ എന്താക്കി സജനങ്ങൾ ഡിലീറ്റ് ചെയ്തു. ഉച്ചയ്ക്ക് സജന ഈ വീഡിയോ ചെയ്ത് ഞാനൊരു രാത്രിക്കായ സമയത്ത് നോക്കുമ്പോൾ സജനന്റെ അക്കൗണ്ടിൽ ഈ വീഡിയോ കാണാനില്ല. അങ്ങനെ ഞാൻ നേരെ എന്താക്കി ഫിറോസിന്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ കയറി നോക്കി. അപ്പൊ അവിടെയും ഈ സജനയും റസൂൽ പൂക്കുട്ടിയുമായി ബന്ധപ്പെട്ട് ഫിറോസ് മുമ്പ് ചെയ്ത വീഡിയോകളും ഫിറോസിന്റെ അക്കൗണ്ടിലും കാണാനില്ല. എനിക്ക് തോന്നുന്നത് മേബി രണ്ടുപേരും ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിംഗിൽ അങ്ങ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞതാവണം എന്നുള്ളതാണ്. നിന്നെ കുറിച്ച് ഞാൻ ചെയ്ത വീഡിയോകളെല്ലാം ഡിലീറ്റ് ചെയ്ത് കളയാം, എന്നെ കുറിച്ച് നീ പറഞ്ഞ വീഡിയോകളും ഡിലീറ്റ് ചെയ്ത് കളയണം എന്ന രീതിയിൽ ഇവർ മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിംഗിൽ എത്തിയതാവണം. ഇനി എന്ത് അണ്ടർസ്റ്റാൻഡിംഗിൽ എത്തി ഡിലീറ്റ് ചെയ്തതാണെങ്കിൽ കൂടിയും ഒരിക്കലും സോഷ്യൽ മീഡിയയിൽ വന്ന് വിളമ്പിയ കാര്യങ്ങൾ അവിടെ തന്നെ കിടക്കും. അത് എത്ര ഡിലീറ്റ് ചെയ്താലും മറ്റേതെങ്കിലുമൊക്കെ രീതിയിൽ അത് സോഷ്യൽ മീഡിയയിൽ അങ്ങനെ പ്രചരിച്ചുകൊണ്ടേയിരിക്കും. ആ കാര്യം സജനയും ഫിറോസും മറന്നുപോയെന്ന് തോന്നുന്നു. എന്തായാലും കൂടുതലായിട്ട് ഞാനൊന്നും ഇവിടെ പറയുന്നില്ല. എന്താണെന്നായിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് കമന്റ് ബോക്സിലേക്ക് പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.